ഇതും നേരത്തെ പറഞ്ഞതുപോലെ വെൽ ഡെക്കറേറ്റഡ് ആണ്. നമ്മുടെ കോണ്ടംപററി അല്ലെങ്കിൽ ട്രഡീഷണൽ സ്റ്റൈലായിട്ടുള്ള ഡെക്കറേഷനാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു ഫോറിൻ കൾച്ചറൈസേഷൻ അല്ലെങ്കിൽ ഫോറിൻ കൾച്ചറിൻ്റെ ഭാഗം നമുക്ക് വല്ലാതെ ഫീൽ ചെയ്യുന്നുണ്ട്. ഫോർട്ട് കൊച്ചി ആയതുകൊണ്ടാണ്. ഫോർട്ട് കൊച്ചി ആയതുകൊണ്ടാണ്. പിന്നെ ബേസിക്കലി നമ്മുടെ മെനു നമ്മൾ സെറ്റ് ചെയ്തേക്കുന്ന എല്ലാം തന്നെ ഒരു കോണ്ടിനെൻ്റൽ സ്റ്റൈലാണ് എല്ലാം ചെയ്തേക്കുന്നത്. ഇപ്പം നമ്മുടെ പിന്നെ ഡിസൈനറിൻ്റെ ഇൻസ്പിറേഷൻ ഉണ്ട്. അതും ബേസിക്കലി ഇപ്പോൾ ഡിസൈൻ ചെയ്തേക്കുന്നത് കാൽ ഡാംസ് എന്ന് പറയുന്നത് സ്വിസ് എന്നുള്ളൊരു ഡിസൈനറാണ്. പുള്ളിയുടെ ബേസിക് ഐഡിയ ആണ്. പിന്നെ ഇത് ഫസ്റ്റ് ഡിസൈൻ ചെയ്താലും ഡോറിയും US ഇതാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഇൻസ്പിറേഷൻ എങ്ങനെയാലും ഉണ്ട്. കാരണം അവരുടെ ആ ബേസിക് ഒരു ടേസ്റ്റും അതെല്ലാം ഈ ടോട്ടൽ ഡിസൈനിൽ ഫീൽ ചെയ്യാൻ പറ്റും. നമ്മൾ ഈ ഭാഗത്താണ് സീറ്റ്സ് എല്ലാം തന്നെ വുഡൻ എല്ലാം തന്നെ തെങ്ങിന്ന് ഉണ്ടാക്കിയിട്ടുണ്ട്. കേരള ടച്ച് കുറേ എലിമെന്റ്സ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻകോർപ്പറേറ്റ് അല്ലാതെ ഡിഫറെന്റ് കൾച്ചറിന്റെ കാര്യങ്ങൾ എലിമെന്റ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഓഫ് കോഴ്സ് നമുക്ക് പെയിന്റിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും ആർട്ട് കഫേ ആണ്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് മെനൂസ് ഉണ്ടാവും. ഏതൊക്കെ ടൈപ്പ് മെനൂസ് ആണ്? ഏതാണ് നിങ്ങളുടെ സ്പെഷ്യാലിറ്റി? ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഒരുപാട് മെനൂസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മെനു അത്ര വലിയ ഇലാബറേറ്റ് അല്ല. നമ്മുടെ മെനു ലിമിറ്റഡ് ആണ്. കാരണം നമ്മുടെ കിച്ചൺ അല്ലെങ്കിൽ നമുക്ക് ഡെയിലി ഫ്രഷ് പ്രൊഡ്യൂസ് വെച്ച് മാത്രം നമ്മളിവിടെ എന്തുകൊണ്ടാക്കാറുള്ളൂ. ഡെയിലി ഫ്രഷ് പ്രൊഡ്യൂസാണ്. നമ്മളൊന്നും ലെഫ്റ്റ് ഓവേഴ്സ് അങ്ങനെ സംഭവങ്ങളൊന്നുമില്ല. അതുകൊണ്ട് നമ്മളെപ്പോഴും മെനു ലിമിറ്റഡ് ആക്കാൻ ശ്രമിക്കാറുണ്ട്. നമ്മൾ മെയിൻലി ബ്രേക്ക്ഫാസ്റ്റിന് കോൺസെൻട്രേറ്റ് ചെയ്യാനാണ്. ബ്രേക്ക്ഫാസ്റ്റ് തന്നെയായാലും നമുക്ക് ഇപ്പോൾ ഫ്രഞ്ച് ടോസ്റ്റ് വിത്ത് ഫ്രഷ് ഫ്രൂട്ട്സ് ആൻഡ് വൈൽഡ് ഹണി, പിന്നെ ഹോം മെയ്ഡ് ബ്രേക്ക്ഫാസ്റ്റ് കേക്ക് വിത്ത് ഫ്രഷ് ഫ്രൂട്ട്സ്, ഫാമേഴ്സ് ഓംലെറ്റ്. അത് ഫാമേഴ്സ് ഓംലെറ്റ് എന്ന് പറയുമ്പോൾ ഒരു മാഷ് പൊട്ടറ്റോ, ക്യാപ്സിക്കം, ടൊമാറ്റോസ് എല്ലാം കൂടിയിട്ട് ഒരു ഓംലെറ്റാണ്. പിന്നെ അതുപോലെ ചീസ് ആൻഡ് ടൊമാറ്റോ ഓംലെറ്റ്, ഓട്ട് മീൽ, അങ്ങനത്തെ ഒരു മെനു ആണ്. ഈവൻ അത് കഴിഞ്ഞ് നമ്മൾ ലഞ്ചിലേക്ക് പോകണമെങ്കിലും സാൻഡ്വിച്ചസ്, സാലഡ്സ്, അങ്ങനെ കുറേ ഐറ്റംസ് നമുക്ക് വരുന്നത്, സൂപ്സ്, അങ്ങനെ കുറേ കാര്യങ്ങളുള്ളത്. ഓക്കെ, ഈ ഡിഷസ് എല്ലാം തന്നെ മേ ബി നമുക്ക് മലയാളികളെ സംബന്ധിച്ചിടത്തോളം വലിയ പരിചയമുള്ള, ഈവൻ ഫോർട്ട് കൊച്ചിയിൽ ഓഫ് കോഴ്സ് എല്ലാവർക്കും അറിയായിരിക്കും. അതർ പ്ലേസിൽ ശരിക്കും അത്ര ഫെമിലിയർ ആയിട്ടുള്ള പേരുകൾ. ഇത് ഏതൊക്കെ കൺട്രീസിൻ്റെ ഡിഷസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും? പെർട്ടിക്കുലർ ഏതെങ്കിലും കൺട്രിയുടെ ആണോ? അല്ല, പെർട്ടിക്കുലർ ഒരു കൺട്രി എന്ന് പറയാൻ പറ്റില്ല. മെയിൻലി ഇതൊരു യൂറോപ്യൻ ഫുഡാണ്. കാരണം ത്രൂ ഔട്ട് നമുക്ക് ഏത് ഭാഗത്തു നിന്നാലും കിട്ടുന്ന ഒരു ഫ്രഞ്ച് ടോസ്റ്റ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഗ്ലോബൽ സംഭവം തന്നെ. ഫ്രഞ്ച് ടോസ്റ്റ് എന്ന് പറഞ്ഞാൽ ആർക്കും അറിയാത്തൊരു സംഭവമല്ല അത്. നമ്മളെന്നാൽ കുറച്ചുകൂടി ഒരു ഹോംലി ടച്ച് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. കാരണം ഫ്രഞ്ച് ടോസ്റ്റ് വിത്ത് ഫ്രഷ് ഫ്രൂട്ട്സ്, ഒരു അസോർട്ടഡ് ഫ്രൂട്ട്സ് ആണ്. ഒരു നല്ലൊരു ഹോൾസം ആയിട്ടുള്ള ഫ്രൂട്ട് പ്ലാറ്ററാണത്. അതും ഫ്രഞ്ച് ടോസ്റ്റും അങ്ങനത്തെ മെനു ആണ്. ഇപ്പോൾ ഫാമേഴ്സ് ഓംലെറ്റും ശരിക്കും ഒരു യൂറോപ്യൻ ഡിഷ് തന്നെയാണ്. ത്രൂ ഔട്ട് നമുക്ക് എവിടെയായാലും കിട്ടുന്ന ഒരു ഡിഷ് തന്നെയാണ്. നമ്മൾ അങ്ങനെ കാരണം ഒരു ശരിക്കും അവർക്ക് തന്നെ ഒരു ഹോംലി ഫീല് തോന്നിക്കാൻ വേണ്ടി ചെയ്തിട്ടുണ്ട് മെനു. ഞാനിവിടെ എൻ്റർ ചെയ്തപ്പോൾ തന്നെ നിങ്ങളുടെ ഒരു ഷോ കേസിൽ കുറച്ച് കേക്ക്സിൻ്റെ കളക്ഷൻസ് എനിക്ക് തോന്നുന്നു ദാറ്റ് ഈസ് വൺ ഓഫ് യുവർ വെരി സ്പെഷ്യൽ. കാശിക്ക് ഏറ്റവും പേരുള്ളത്, കാശി ഏറ്റവും കൂടുതൽ നമുക്ക് പ്രൗഡ് ഓഫ് കേക്കിനാണ്. ചോക്ലേറ്റ് കേക്ക്സ് ആയാലും ചോക്ലേറ്റ് കേക്ക് കൊണ്ട് വൈഡ് വെറൈറ്റി ഓഫ് കേക്ക്സ് ഉണ്ട്. നമ്മൾ ഡെയിലി ബേക്ക് ചെയ്യണത് ചോക്ലേറ്റ് ഉണ്ടാവും. പിന്നെ വേറെ ഏതെങ്കിലും ഒരു ഫ്ലേവർ കൂടി ഡെയിലി ഉണ്ടാവും. ഇപ്പോൾ ചോക്ലേറ്റ് കൂടാതെ ബനാന വാൾനട്ട് ഉണ്ട്, ഡേറ്റ് വാൾനട്ട് ഉണ്ട്, ലെമൺ കേക്ക് ഉണ്ട്, ഓറഞ്ച് കേക്ക് ഉണ്ട്, ക്യാരറ്റ് കേക്ക് ഉണ്ട്. കേക്ക്സിൻ്റെ വല്ല വെറൈറ്റി തന്നെ ഉണ്ട്. സാധാരണ ഒരു കഫേനെ അപേക്ഷിച്ചിട്ട് കേക്കിൽ ഇത്രയധികം കോൺസെൻട്രേഷൻ കൊടുക്കാൻ കാര്യം അത്രയും എന്താ പറയുക പബ്ലിക്സിൻ്റെ ഡിമാൻഡ്സ് വന്നിട്ടാണ്, ഐ മീൻ ഗസ്റ്റുകളുടെ ഡിമാൻഡ് വന്നിട്ടാണ്, അല്ലെങ്കിൽ ഇറ്റ് ഈസ് യുവർ ഫേവറേറ്റ് തിങ്? അങ്ങനെ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് നമ്മൾ ഫസ്റ്റ് പറഞ്ഞു തുടങ്ങിയത് നമ്മൾ ഫുൾ ഫ്ലെജ് റെസ്റ്റോറൻറ്റ് അല്ല, നമ്മൾ കഫേയാണ്. അപ്പോൾ കഫേയിൽ നമ്മൾ എപ്പോഴും കോഫി ഷോപ്സിൽ കേക്ക്സും പേസ്ട്രീസും ആണ് എപ്പോഴും കൂടുതൽ. നമ്മൾ ഒരിക്കലും ഫാൻസി ടൈപ്പ് സാധനങ്ങളിലേക്ക് പോകാൻ വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് കേക്ക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും ഫ്രഷസ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന സംഭവം ആയതുകൊണ്ട് കേക്ക്സിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യാൻ കൂടുതൽ. നേരത്തെ ഉണ്ടായിരുന്ന കുറച്ച് മെനൂസ് ഉണ്ടാവില്ല, അതെങ്ങനെ ഫോളോ അപ്പ് ചെയ്ത് വരികയാണോ അല്ലെങ്കിൽ അപ്ഡേഷൻ ഇല്ലെന്ന് പറയാൻ പറ്റില്ല. കാരണം ഇപ്പം ത്രൂ ഔട്ട് ദിസ് ഇയർ ഇപ്പം 97 മുതൽ നമ്മൾ വളരെ കുറച്ച് ഐറ്റംസാണ് നമ്മൾ ശരിക്കും ശ്രദ്ധിച്ച്, അപ്പം മെനു അപ്ഗ്രേഡിങ് ശരിക്കും ശ്രദ്ധിച്ച് ചെയ്യാറുള്ളൂ. വളരെ അധികം ഐറ്റംസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാറില്ല. കാരണം നമ്മുടെ കിച്ചൻ്റെ കപ്പാസിറ്റി അനുസരിച്ച് അത് നമുക്ക് എത്രത്തോളം നീതി പുലർത്താൻ പറ്റും എന്നുള്ളത് നമ്മൾ ചെയ്ത ഡിഷിനോട് ആ രീതിയിൽ നമ്മൾ ചെയ്യാറുള്ളൂ. അതുകൊണ്ട് വലിയ അഡീഷൻസ് ഇല്ല. എന്നാലും ഉണ്ട് ഗ്രാജുവലി ഇത്രയും വർഷങ്ങളിൽ നമ്മൾ കുറച്ച് ഐറ്റംസ് ആഡ് ചെയ്തിട്ടുണ്ട്. എന്നാലും എന്നാലും നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു വലിയൊരു ഫാൻസി മെനു നമുക്ക് ഒരിക്കലും ഇവിടെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. ബട്ട് നമുക്ക് എന്താ മെനുവിലുള്ളതെന്ന് വെച്ചാൽ ദാറ്റ് വിൽ ബി പെർഫെക്റ്റ് ഫോർ ഷുവർ. ശരിക്കും ഒരു ആർട്ട് കഫേ അതുകൊണ്ടായിരിക്കാം ഇവിടെ വരുമ്പോൾ തന്നെ ഒരു കൂൾ ആൻഡ് സിമ്പിൾ ഒരു ഫീലുണ്ട്, ഒരു നല്ലൊരു ഫീലുണ്ട്. അത് തന്നെയാണ് ഇന്നത്തെ ഐ മീൻ ലുക്ക് ആൻഡ് ഫീലിലൂടെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമുക്ക് എൻറ്റർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇതിൻ്റെ ഓരോ പോർഷനിലോട്ട് പോകുമ്പോൾ നമുക്ക് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. എന്തായാലും നേരത്തെ മിസ്റ്റർ പ്രശാന്ത് പറഞ്ഞതുപോലെ ഈ കാശി ആർട്ട് കഫേയിൽ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു പോർഷൻ തന്നെയുണ്ട് കേക്ക്സിൻ്റെ. അതിലൊരുപാട് എനിക്ക് തോന്നുന്നു ഒത്തിരി കളക്ഷൻസ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അതിൽ എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ് ചോക്കോ കേക്ക്സ്. ഏതായാലും നമുക്ക് നോക്കിയേക്കാം അല്ലേ ഏതൊക്കെ ടൈപ്പ് കേക്കുകളാണുള്ളത്, അതിൻ്റെ ഒരു
വെറൈറ്റീസ് കളക്ഷൻ ഏതൊക്കെയാണ്. നല്ല ചോക്കോ കേക്ക്സിൻ്റെ സ്മെല്ല് വരുന്നുണ്ട്. കേക്ക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ളത് തന്നെയാണ് അല്ലേ. എന്തായാലും കേക്ക്സിൻ്റെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാൻ വേണ്ടിയിട്ടുണ്ട്. വളരെ സ്വീറ്റി ആയിട്ടുള്ള ഏതൊക്കെ കളക്ഷൻസ് ആണ് ഇവിടെ കേക്ക്സിലുള്ളത്? കേക്ക് നിങ്ങളുടെ ഒരു സ്പെഷ്യൽ ഡിപ്പാർട്ട്മെൻ്റ് ആണ് അല്ലേ? അതെ, നമുക്ക് എല്ലാ ദിവസവും ഉള്ള മെയിൻ കേക്ക് ഒരെണ്ണം ചോക്ലേറ്റ് ആണ്. പിന്നെ അത് കൂടാതെ ഒരു ഫ്ലേവർ കൂടി ഉണ്ടാവും. നമുക്ക് ഉള്ള ഫ്ലേവേഴ്സ് എന്ന് പറയുന്നത് ക്യാരറ്റ് ഉണ്ട്, ബനാന വാൾനട്ട്, ഡേറ്റ് വാൾനട്ട്, ലെമൺ, ഓറഞ്ച്, അങ്ങനെ കുറച്ച് വെറൈറ്റീസ് ഉണ്ട്. പക്ഷെ അത് കീപ്സ് ഓൺ ചേഞ്ചിങ്. ഒരെണ്ണം ഒരു ദിവസം ഉണ്ടാക്കുകയുള്ളൂ. ഓക്കെ. ചോക്ലേറ്റ് യൂണിക്ക് എല്ലാ ദിവസവും ഉണ്ടാവുന്ന ഒരു കേക്കാണ്. ഈ ഒരു ഫ്ലേവർ മാറിക്കൊണ്ടിരിക്കും. പിന്നെ കേക്ക്സ് കൂടാണ്ട് നമുക്ക് ഉള്ള 2 ഐറ്റംസ് എന്ന് പറയുന്നത് മെയിൻ സേവറീസും പേസ്ട്രീസും ഉള്ളതെന്ന് പറയാൻ നമുക്ക് പൈസ് ഉണ്ട്, ചോക്ലേറ്റ് ക്രീം പായ് ഉണ്ട്, ബനാന ക്രീം പായ് കൂടി ഉണ്ട്. ഇതാണ് മെയിൻലി നമുക്ക് സ്വീറ്റ് ഡിഷ് എന്ന് പറയാനുള്ള ഇതിലുള്ള മെനു. എന്തുകൊണ്ടാണ് സാധാരണ ഒരു കഫേ ആണെങ്കിൽ പോലും അല്ലെങ്കിൽ ഈവൻ റെസ്റ്റോറൻ്റ് ആണെങ്കിലും കേക്കിന് അത്രയധികം ഒരു വാല്യൂ കൊടുക്കാറില്ല. പക്ഷേ ഈ ഒരു പൊട്ടിക്കൽ നിങ്ങളുടെ ഈ കാശി റെസ്റ്റോറൻറ്റിൽ അതിനൊരു വലിയൊരു വാല്യൂ ഉണ്ട്. ഈവൻ ഏതൊരു ഇതിൽ നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് മെനുവിലോ എല്ലാം തന്നെ കേക്കിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എന്തുകൊണ്ടാണ് അത്? നിങ്ങളുടെ ഗസ്റ്റുകൾ അത്തരം ടൈപ്പ് ഗസ്റ്റുകൾ ആയതുകൊണ്ട്? ബേസിക്കലി ഒരു കഫേ ആയതുകൊണ്ട് തന്നെ നമ്മൾ കേക്ക്സിനും അല്ലെങ്കിൽ പേസ്ട്രീസിനും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന മെയിൻ കാരണം കഫേ ആണ്. കഫേ ആകുമ്പോൾ ഓൾമോസ്റ്റ് എപ്പോഴും കോഫിയും കേക്കും എന്നുള്ളൊരു കോമ്പിനേഷൻ എപ്പോഴും ഒരു ഇമ്പോർട്ടൻസ് കൂടുതലാണ്. പിന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഒരു വലിയൊരു ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് സ്റ്റാർട്ട് ചെയ്ത സംഭവമല്ല. നമ്മൾ ചെറിയതായിട്ട് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് നമ്മുടെ ഹൈലൈറ്റ് കേക്കായിരുന്നു അന്ന്. അപ്പോൾ നമുക്ക് അന്നുപോലെ കേക്കിന് നല്ലൊരു റെപ്യൂട്ടേഷൻ ഉണ്ട്. ഇപ്പം ഫ്രഷ്ലി ബേക്ക് ഹോം മെയ്ഡ് കേക്ക്സ് ആയതുകൊണ്ട് നല്ല റെപ്യൂട്ടേഷൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കേക്ക്സിൽ അന്ന് മുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ കാലയളവ് കൊണ്ട് നമ്മളത് പെർഫെക്റ്റ് ആയി. കേക്കിൽ നമ്മൾ ഒരു റെപ്യൂട്ടേഷൻ ഉണ്ട്. കാശി എന്ന് പറഞ്ഞ കേക്ക് എന്നുള്ളൊരു സമവാക്യം പോലെ വന്നു. ബേക്കിംഗ് ഒക്കെ ഇവിടെ തന്നെ? ബേക്കിംഗ് എല്ലാം ഇവിടെ തന്നെയാണ്. നമ്മൾ രാവിലെ ഒരു 9:30 ആകുമ്പോഴത്തേക്ക് ബേക്കിംഗ് സ്റ്റാർട്ട് ചെയ്യും. ഓൾമോസ്റ്റ് ഒരു ഉച്ചയ്ക്ക് ഒരു 1 o'clock ആകുമ്പം ബേക്കിംഗ് ക്ലോസ് ചെയ്യും. ഡെയിലി ബേക്ക് ചെയ്യാനാണ്, ഫ്രഷ്ലി ബേക്ക് ചെയ്യാൻ. ഓക്കെ. എന്തായാലും ഒരുപാട് സ്വീറ്റ് ആൻഡ് കൂൾ ഫ്രഷ് മെമ്മറീസാണ് ശരിക്കും കാശിയിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്. ഏതായാലും ഫോർട്ട് കൊച്ചി നമുക്ക് എപ്പോഴും വരാൻ ഇഷ്ടപ്പെടുന്നൊരു സ്ഥലമാണ്. അതോടൊപ്പം തന്നെ ഞാനിപ്പോൾ കാശിയും കൂടെ അതിൽ ആഡ് ചെയ്യാം. വീണ്ടും ഒരുപാട് നമുക്ക് ഇനിയും ഇതുവരെ ഇടയ്ക്കിടയ്ക്ക് വരാമെന്ന് വിചാരിക്കുന്നു. എനിവേ, താങ്ക്സ് ലോട്ട് മിസ്റ്റർ. താങ്ക് യു വെരി മച്ച്. ഗ്രേറ്റ് ആൻഡ് പ്ലഷർ ടു മീറ്റ് യു. ശരിക്ക് ഫോർട്ട് കൊച്ചിയെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് മിക്സഡ് കൾച്ചേഴ്സാണ് ഇവിടെ ഉള്ളത്. പോർച്ചുഗീസ്, സ്പാനിഷ്, ഫ്രഞ്ച്, അങ്ങനെ ഒരുപാട് വ്യത്യസ്തങ്ങളായിട്ടുള്ള കൾച്ചറുകളുടെ ഒരുപാട് ഭാഗങ്ങൾ നമുക്കിവിടെ കാണാം. ശരിക്കും അതൊരു വലിയ കാര്യം തന്നെയാണ്. ശരിക്കും കാശി ആർട്ട് കഫേയിൽ നമ്മൾ ഇന്ന് കേക്ക്സിനെ കുറിച്ച് മനസ്സിലാക്കി, കോഫിയെക്കുറിച്ച് കണ്ടു, ഡിഫറെൻറ്റ് കൾച്ചേഴ്സ്, ഡിഫറെൻറ്റ് പീപ്പിൾസ്, അവരുടെ ഒരുപാട് കാര്യങ്ങൾ, പിന്നെ പെയിൻറ്റിങ്, അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കണ്ടു. ഏതായാലും ലുക്ക് ആൻഡ് ഫീലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും കാണാം. ബൈ.